ഓൾ ഇന്ത്യ കസ്റ്റമേഴ്സ് ഉണ്ട്. പുറത്ത് GCC മൊത്തം നമ്മൾ ഓൾമോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓൺ ബ്രാൻഡിങ് ആണെങ്കിൽ നമ്മൾ ഇവിടെ മെറ്റീരിയൽ അവൈലബിൾ ആണ്. അവരുടെ ഡിസൈനിൽ നമ്മൾ പ്രൊഡക്ഷൻ ചെയ്ത് കൊടുക്കും. മോഡൽ സിൽക്കിൽ വരുന്ന മെറ്റീരിയൽ ആണ്. മോഡൽ സിൽക്കിൽ വരുന്ന മെറ്റീരിയൽ 3 പീസ് ആണല്ലേ? 3 പീസ് നമ്മളെ ഫോട്ടോ വെച്ചിട്ട് അവർക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. ഏകദേശം കസ്റ്റമേഴ്സ് ഓർഡർ അനുസരിച്ച് അവർക്ക് ഇവിടുന്ന് ബൈ ചെയ്യാം. ഫോട്ടോസ് വീഡിയോസ് എല്ലാം ലൈവ് ആയിട്ടുള്ള ഇവിടെ ഇപ്പോ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും അതിന്റേതായ ഓരോരോ പണികളാണ്. നിങ്ങൾ എന്താ പറയണ്ടേ, ഇപ്പൊ പുതിയതായിട്ട് തുടങ്ങുന്ന ബൊട്ടിക്കൊക്കെ തുടങ്ങുന്ന അവർക്ക് ചിലപ്പം ലൈക്ക് സ്റ്റോക്ക് ചിലപ്പോൾ ഇതായി വരില്ലല്ലോ. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് അവരെ സപ്പോർട്ട് ചെയ്യുന്നത്? നിങ്ങൾ ഗാർമെന്റ് ബിസിനസ്സിലേക്കാണ് ഇറങ്ങുന്നതെങ്കിൽ തീർച്ചയായിട്ടും എസ്പെഷ്യലി ലേഡീസ് ഈ ഒരു ഹോൾസെയിലർ നിങ്ങൾക്ക് അറിയില്ലാന്നുണ്ടെങ്കിൽ ഇവിടെ കോൺടാക്ട് നമ്പർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ യു ആർ ഡെഫിനറ്റ്ലി മിസ്സിംഗ് സംതിങ്. അത്രയും ഹ്യൂജ് ആയിട്ട് വളരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഒരുപാട് ആൾക്കാർ ഇൻക്ലൂഡിങ് കേരളത്തിനകത്തും അതേപോലെ തന്നെ അബ്രോഡിലേക്കുള്ള ആൾക്കാർ ഇവരായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇതൊരു നല്ല അവസരമാണ്. ഈ ഹോൾസെയിലറുടെ കമ്പനിയുടെ പേര് സ്മാർട്ട് ബൾക്ക് എന്നാണ്. ഈ കമ്പനി നമുക്ക് എന്തൊക്കെയാണ് ചെയ്തു തരിക, സബ്സ്ക്രൈബർ ആയിട്ടുള്ള ആൾക്കാർക്ക് എങ്ങനെ ഇതൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആവുന്ന ഫുൾ കാര്യങ്ങൾ നമുക്കറിയാം. അപ്പോൾ നമ്മൾ നേരെ ഇതിനകത്തേക്ക് കിടക്കുകയാണ്. ഇവിടെ വേറൊരു പ്രത്യേകതയോടെ ഞാൻ പറഞ്ഞോട്ടെ, ഇതിന്റെ ഹെഡ് ചെയ്യുന്നത്, ഇതിനെ ലീഡ് ചെയ്യുന്ന ഒരു ലേഡിയാണ്. അപ്പോൾ ലേഡീസ് ബൊട്ടിക്സ് ഒക്കെ ചെയ്യുന്ന താല്പര്യപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു ലേഡിന്റെ ഫുൾ എക്സ്പീരിയൻസ് ആയിട്ടുള്ള സപ്പോർട്ടുകളും കാര്യങ്ങളും വേണ്ടി വരും. അപ്പോൾ അതിന് ഇവരെങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നത് നോക്കാം. നമ്മൾ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത് പാരിഷ മാഡത്തിലാണ്. ജസ്റ്റ് കം. അപ്പൊ സ്മാർട്ട് ബൾക്കിന്റെ ഓണർ ആയിട്ടുള്ള മിസ് പാരിഷിനെ നമുക്ക് പരിചയപ്പെടാം. ഇവരാണ് ഇതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. നമസ്കാരം മാഡം. നമസ്കാരം മാഡം. ശരിക്കും സ്മാർട്ട് ബൾക്കിനെ കുറിച്ചിട്ട് ഒന്ന് ബ്രീഫ് ആയിട്ട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് മാഡം പറയാ? ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. സ്മാർട്ട് ബൾക്ക് വെച്ച കംപ്ലീറ്റ് ലേഡീസ് ഗാർമെന്റ്സിന്റെ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റ് ആണ്. ഒരു റീറ്റെയിൽ കൗണ്ടർ ചെയ്യുന്ന ആൾക്കാർക്ക്, ലേഡീസിന് ആവശ്യമായി ബൊട്ടിക്ക് നടത്തുന്ന ആൾക്കാർക്ക് എന്തൊക്കെ ഐറ്റം ആണോ അത് മൊത്തം നമ്മൾ സെറ്റ് ചെയ്യുന്ന രീതിയിലാണ് സ്മാർട്ട് ബൾക്ക്. ലേഡീസിന് വേണ്ടിയിട്ടുള്ള ചെറിയ ബൊട്ടിക്ക് ആണെങ്കിലും വലിയ ബൊട്ടിക്കാണെങ്കിലും കംപ്ലീറ്റ് സൊല്യൂഷൻ എല്ലാ ഐറ്റംസും ഉണ്ട് അല്ലേ? നമ്മൾ മെയിൻ ആയിട്ട് 3 പീസിലാണ് ഫോക്കസ് ചെയ്യുന്നത്. 3 പീസ് മെറ്റീരിയൽ, പിന്നെ അതുപോലെ വെസ്റ്റേൺ ടോപ്പുകൾ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഇത് ആക്ച്വലി ഇതിന്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്ന സമയത്ത് മിഡ് തൊട്ടിട്ട് പ്രീമിയം ആണോ, പ്രീമിയം മാത്രമാണോ, എങ്ങനെയാണ്? അല്ല, നമ്മളെല്ലാം ചെയ്യും. ലോ റേഞ്ച് തൊട്ടിട്ട് പ്രീമിയം റേഞ്ച് വരെ. ഓക്കെ. അപ്പം ഇത് നിങ്ങളുടെ ഡിസ്പ്ലേ യൂണിറ്റ് ആണ്. നിങ്ങൾ ഇവിടെ സാധാരണ നമ്മള് ലൈക് കോഴിക്കോട് എന്ന് പറയുന്ന സമയത്ത് ചില ആൾക്കാർക്ക് ആയിരിക്കും ഓക്കെ നിങ്ങൾ ചിലപ്പോൾ പുറത്തുനിന്ന് എടുത്തു വന്നിട്ട് കൊടുക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ഹോൾസെയിൽ എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നത്? ഞങ്ങൾക്ക് മാനുഫാക്ചറിംഗ് ഉണ്ട്. മെയിൻ ആയിട്ട് ഞങ്ങൾക്ക് ഇവിടെ യൂണിറ്റ് സെറ്റ് ചെയ്യാൻ ഗോപകുമാറിന് കാണിച്ചു തരാം. പിന്നെ ഞങ്ങൾക്ക് പുറത്ത് യൂണിറ്റ് സെറ്റ് ചെയ്തിട്ട് നമ്മൾ നമ്മളതായ ഡിസൈൻ മോണോപ്പൊളി ആയിട്ടാണ് കൂടുതലും ചെയ്യുന്നത്. ട്രേഡിംഗ് ഐറ്റത്തിനെക്കാട്ടി കൂടുതൽ മോണോപ്പൊളി ഐറ്റങ്ങളാണ് കൂടുതൽ. അപ്പൊ ഇവരുടെ ഒരു മോണോപ്പൊളി ഐറ്റം എന്ന് പറയുന്ന കാരണം ലൈക്ക് നമ്മുടെ നാട്ടിലുള്ള ഡിസൈൻസ്, നമ്മുടെ നാട്ടിലെ സ്റ്റിച്ചിങ് ഒക്കെ നമ്മൾ പുറത്തുനിന്ന് ജയിച്ചാൽ കിട്ടില്ല. അപ്പൊ നിങ്ങളുടെ ഓൺ ഡിസൈൻസ്, നിങ്ങളുടെ ഓൺ ലൈക്ക് നിങ്ങൾ സെലക്ട് ചെയ്ത ഫാബ്രിക്സിനകത്ത് പുറത്തും അതേപോലെ തന്നെ കേരളത്തിലും യൂണിറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, സൂപ്പർ. ഇപ്പം കറന്റ് സ്മാർട്ട് ബൾക്ക് എവിടെയൊക്കെ വ്യാപിച്ച് കിടക്കുന്നുണ്ട്? നിങ്ങളുടെ കസ്റ്റമേഴ്സ് എവിടെയൊക്കെ വ്യാപിച്ച് കിടക്കുന്നുണ്ട്? ഞങ്ങൾക്ക് ഓൾ ഇന്ത്യ കസ്റ്റമേഴ്സ് ഉണ്ട്. പുറത്ത് GCC മൊത്തം നമ്മൾ ഓൾമോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, GCC നിങ്ങൾ കയറ്റി അയക്കുന്നത്. അവിടെ നമുക്ക് ഷോപ്പുകൾക്ക് നമ്മൾ സപ്ലൈ ചെയ്ത് കൊടുക്കും. അവർക്ക് ചെറിയ ഒരു ചെലവില് അവിടെ സ്റ്റോക്ക് എത്തുന്ന രീതിയിലുള്ള സർവീസ് വരെ ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ അപ്പം ഫസ്റ്റ് ടൈം ഇപ്പൊ സ്മാർട്ട് ബൾക്കിലേക്ക് വരുന്നപ്പോൾ നിങ്ങൾ പറഞ്ഞു ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് പറഞ്ഞു. ഫസ്റ്റ് ടൈം സ്മാർട്ട് ബൾക്കിലേക്ക് വരുന്ന കസ്റ്റമേഴ്സ് ലൈക്ക് അവർക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ബിസിനസ് അസോസിയേറ്റ്? ഞങ്ങള് മെയിൻ ആയിട്ട് ഞങ്ങൾ ഓൺലൈൻ ഇപ്പൊ ഒരു ദൂരത്തുള്ള ആളുകൾക്ക് ഇവിടെ വരാൻ, ഇപ്പൊ GCC തന്നെ എടുക്കാം, അവർക്ക് ഇവിടെ വരാൻ പറ്റാത്ത ആൾക്കാർക്ക് ഞങ്ങൾ ഡെയിലി ഫോട്ടോ അപ്ഡേഷൻസും വീഡിയോസും ആയിട്ട് ഓൺലൈനിൽ അത് നമ്മളായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾ B2B ബിസിനസ് ആണോ, അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ B2B മാത്രമേ ചെയ്യുന്നത്. അപ്പൊ അവര് ജെന്യൂൻ ആണെന്ന് അറിയിക്കാൻ അവരെ കാർഡോ കാര്യങ്ങളോ വിസിറ്റിംഗ് കാർഡ് അല്ലെങ്കിൽ ഷോപ്പ് ഡീറ്റെയിൽസ് നമുക്ക് അയച്ചു തന്നാല് നമുക്ക് അത് ഓക്കെ ആയാല് നമ്മൾ ഡെയിലി അപ്ഡേഷൻസ് അവർക്ക് കൊടുക്കും. അതിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ സെലക്ട് ചെയ്തിട്ട് ഓർഡർ തരാം. നമ്മളത് ഇന്ന് തന്നെ ഡിസ്പാച്ച് ചെയ്യും. ഇപ്പൊ കേരളത്തിലാണെങ്കിൽ 2 ഡേയ്സിനുള്ളിൽ അവർക്ക് കിട്ടും. പുറത്തേക്കാണെങ്കിൽ അതിന്റെ ഒരു ഷിപ്പിംഗ് ടൈം ഉണ്ടാവും. ഞാനിപ്പോ ഇവിടെ വന്നപ്പോ ഞാനിപ്പോ ഒരു 2:30 ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ എന്റെ ഫ്രണ്ടിൽ ഒരു ഇന്നത്തെ ദിവസത്തെ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഷിപ്പ് ചെയ്യാൻ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം രാവിലെ വന്ന കസ്റ്റമേഴ്സിന് വൈകുന്നേരം നമ്മളേക്ക് ഡിസ്പാച്ച് ആവും. പിന്നെ വൈകുന്നേരം ആണെങ്കിൽ രാത്രി 8 മണി വരെ സർവീസ് ഉണ്ട്. അതിന്റെ ഉള്ളിൽ ഡിസ്പാച്ചിങ് ആവും. ഇത് കംപ്ലീറ്റ്ലി ഹോൾസെയിൽ ആണ്. അതുകൊണ്ട് നിങ്ങൾ ഷോപ്പ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു ബൊട്ടീക്ക് ഉണ്ടെങ്കിൽ, നിങ്ങൾ തുടങ്ങാനുള്ള പ്ലാനിലാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കോൺടാക്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഈ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ആയിരിക്കും. ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു. പ്രൊഡക്റ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞു. കുറച്ച് പ്രൊഡക്റ്റുകൾ കുറച്ച് സാമ്പിൾസ് കാണിക്കാം. പ്രൊഡക്റ്റ് എപ്പോഴും വീക്ക്ലി മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ നമുക്ക് അപ്ഡേറ്റ്സ് ആയിട്ട് വീക്ക്ലി സാധനങ്ങൾ വരും. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് കാണിച്ചു കൊടുക്കാം ആൾക്കാർക്ക്. ഇപ്പൊ ഏത് റേഞ്ചിലുള്ള കളക്ഷൻസ് വേണമെങ്കിലും ചെയ്യാം. ഇപ്പൊ ഓരോ കട്ടുകൾ ഗംഗ കട്ടിൽ വരുന്ന മോഡൽ സിൽക്കിൽ വരുന്ന മെറ്റീരിയൽ ആണ്. മോഡൽ സിൽക്കിൽ വരുന്ന മെറ്റീരിയൽ 3 പീസ് ആണല്ലേ? 3 പീസ് ആണ്. നെക്കില് ഹാൻഡ് വർക്ക് ആണ്. ഫുള്ളി ഹാൻഡ് വർക്ക് വരാം. ഫുള്ളി ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള പീസാണ്. ഓക്കെ, ഇത് ആക്ച്വലി ടെക്നിക്കലി പറഞ്ഞാൽ ഇത് പർച്ചേസ് സെറ്റ് ആയിട്ടാണ്. ഇത്
ഇപ്പൊ നിങ്ങളുടെ അടുത്ത് എടുത്തു കഴിഞ്ഞാൽ ഇപ്പം കസ്റ്റമർ ഇപ്പം B2B ആണല്ലോ മോസ്റ്റ് ചെയ്യുന്നത്, ഇതിനൊക്കെ അപ്രോക്സിമേറ്റ്ലി ഒരു പ്രോഫിറ്റ് പെർസെന്റേജ് എത്ര വരെ നമുക്ക് കൊടുക്കാൻ പറ്റും? അവർക്ക് 50+ എന്തായിട്ട് മാർജിൻ ഉണ്ടല്ലേ? 50+ മാർജിൻ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവരെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് എന്താണ്, നിങ്ങളൊരു B2B നിങ്ങൾ ബിസിനസ് ഓണർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഷോപ്പിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് ഇവരോട് ഡിസ്ക്ലോസ് ചെയ്യാം. താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തിട്ട് ഇവിടത്തേക്ക് വരാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഓൺലൈൻ വഴി എല്ലാ ദിവസങ്ങളിലും അപ്ഡേറ്റ്സ് വരും. അപ്ഡേറ്റ്സ് അനുസരിച്ച് പർച്ചേസ് ചെയ്യാൻ ഇപ്പൊ അഥവാ അവർക്ക് ഇപ്പം ഫോട്ടോ വീഡിയോസ് ഒക്കെ നമ്മൾ മാക്സിമം വീഡിയോ കോളിൽ വരെ ചെയ്ത് കൊടുക്കും. അഥവാ അവരുടെ കയ്യിൽ എത്തിയിട്ട് അവർക്ക് മെറ്റീരിയൽ ഓക്കെ ആയിട്ടില്ലെങ്കിൽ സെയിം ഡേ അല്ലെങ്കിൽ പിറ്റേന്ന് അവർക്ക് റിട്ടേൺ ആക്കാം, എന്നിട്ട് വീണ്ടും മാറ്റി സാധനം എടുക്കാം. ഓക്കെ, അപ്പം അഥവാ ആ ദിവസം നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ റിട്ടേൺ ഓപ്ഷൻ ഇനി നേരിട്ട് വന്നിട്ട് എടുക്കാനൊക്കെ സൗകര്യങ്ങളുണ്ട്. അപ്പം പിന്നെ വേറൊരു ഞാൻ റീസെന്റ് കേട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എന്താ പറയണ്ടേ, ഇപ്പം പുതിയതായിട്ട് തുടങ്ങുന്ന ബൊട്ടിക്കൊക്കെ തുടങ്ങുന്ന ആൾക്ക് ചിലപ്പം ലൈക്ക് സ്റ്റോക്ക് ചിലപ്പം ഇതായി വരില്ല. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് അവരെ സപ്പോർട്ട് ചെയ്യുന്നത്? അവർക്ക് നമ്മൾ കൺസൾട്ടിങ് കൊടുത്തിട്ട് അവരെ ഏരിയ കാര്യങ്ങളൊക്കെ അവരെ കൊണ്ടൊരു കസ്റ്റമർ ബേസ് ഉണ്ടാക്കിയിട്ട് അവർക്ക് ആ ഒരു പ്രോപ്പർ ഏരിയയിൽ ഈ ബൊട്ടിക്ക് തുടങ്ങാൻ ഓക്കെ ആണോ എന്ന് അവരെ തന്നെ ബോധ്യം വരുത്തുന്നു. അതുകൂടാതെ ഇപ്പൊ എന്തെങ്കിലും ഡെഡ് സ്റ്റോക്കോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ അതിനെ ജസ്റ്റ് ഇത് ചെയ്യേണ്ട സിസ്റ്റം, അതിന് വേറെ സിസ്റ്റം ഉണ്ട്, അത് നമുക്ക് ചെയ്യാൻ പറ്റും, അവർക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെ പുതുതായിട്ട് ചെയ്യുന്ന ആൾക്കാർ ടെൻഷൻ അടിച്ചിട്ട് അയ്യോ ഞാൻ എടുത്ത സാധനങ്ങളൊക്കെ വിറ്റ് പോയില്ല എന്നുള്ള ടെൻഷൻ അടിക്കുന്നു വേണ്ട. ദേ ഹാവ് ഗുഡ് സ്ട്രാറ്റജി. അപ്പം ഈ ലേഡി എത്ര വർഷമായി മാഡം ഈ ഒരു ബിസിനസ്സിനകത്ത്? 10 years ആയി ഫീൽഡിലേക്ക്. ഈ സ്മാർട്ട് ബൾക്ക് മൊത്തം ടോട്ടൽ 30 ഇയേഴ്സിന്റെ ഒരു ബിസിനസ് ആണ്. നിങ്ങൾ തന്നെ 10 years ആയി ഈ ഫീൽഡിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ട്. അപ്പം അതിന്റെ എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കിട്ടുന്നുള്ളതാണ്. അപ്പൊ ഈ കാണുന്നതൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള പുതിയ പാറ്റേൺസിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ. മോഡൽ സിൽക്ക് ഒരു ട്രെൻഡിങ്, മോഡൽ സിൽക്സിനകത്ത് വന്നിട്ടുള്ള പ്രിന്റ് അല്ലേ, ഫ്ലോറൽ പ്രിന്റ് മാറിക്കൊണ്ടിരിക്കുന്നല്ലേ. ഇപ്പൊ ഇതൊക്കെ ഡിസ്പ്ലേ വെച്ചിട്ടുള്ള പല പല റേഞ്ചിലുള്ള പല പല ഡിസൈൻസിലാണ് വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ തന്നെ ഈ ഒരു ടൈപ്പിന്റെ തന്നെ ഡിഫറെന്റ് വേർഷൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു അപ്ഡേറ്റ്സിനകത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഓൺ ബ്രാൻഡിംഗ് ആണെങ്കിൽ നമ്മൾ ഇവിടെ മെറ്റീരിയൽ അവൈലബിൾ ആണ്, അവരുടെ ഡിസൈനിൽ നമ്മൾ പ്രൊഡക്ഷൻ ചെയ്തു കൊടുക്കും. വെരി നൈസ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഈ ഒരു ഡിസൈൻസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കാം. അപ്പം സെയിം ഇവർ പ്രൊഡക്ഷൻ ആയതുകൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് ആണ്. ഇവർ ഓൾറെഡി റണ്ണിങ് മെറ്റീരിയൽ ഇവർ തന്നെ മാനുഫാക്ചർ ചെയ്തിട്ടുള്ള ഇവിടെ ഓൾറെഡി റണ്ണിങ് മെറ്റീരിയലിന്റെ സ്റ്റോക്ക് കീപ്പിംഗ് യൂണിറ്റ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ആ കളറും പാറ്റേൺസും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രാൻഡിൽ എന്ത് ചെയ്യും, ഡയറക്റ്റ് ആയിട്ട് പ്രിന്റ് ചെയ്ത് കൊടുക്കും, അവരുടെ ഡിസൈനിലും ചെയ്ത് കൊടുക്കും. നൈസ്. ഓക്കെ, കോട്ടൺ മെറ്റീരിയൽ ആണ്. ഒന്ന് ജസ്റ്റ് ഏതെങ്കിലും 2-3 ഓപ്പൺ ചെയ്ത് എങ്ങനെയാണ് ഉണ്ടാവുമെന്ന് കാണാൻ വേണ്ടിട്ട്. ഇപ്പം ഇത് സ്റ്റിച്ചിങ് അല്ല, ഇത് മെറ്റീരിയൽ ആണ്. നിങ്ങൾക്ക് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ സെഷനിലേക്ക് വരാം. ടോപ്പ് പാന്റ് ദുപ്പട്ട. ഓക്കെ, മെറ്റീരിയൽ എത്ര മീറ്റർ ഉണ്ടാവും? 2.25 മീറ്ററിന്റെ ദുപ്പട്ടയാണ് എല്ലാത്തിനും ഉണ്ടാവും. കോട്ടണിലും ഒക്കെ ഉണ്ട്, എല്ലാ റേഞ്ചും വന്നുകൊണ്ട് തന്നെ നിൽക്കും മെറ്റീരിയലില്. നിങ്ങൾക്ക് ആക്ച്വലി ഇത് മെറ്റീരിയലിന്റെ വൈഡ് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. ഓക്കെ, ഇതൊക്കെ സാധാരണ നോർമൽ റേഞ്ചിൽ വരുന്നതാണ് കേട്ടോ. നോർമൽ റേഞ്ചിൽ വരുന്ന മെറ്റീരിയൽസ് ആണ്. ഫുൾ ഗൗൺ ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് റേഞ്ച് വളരെ കുറവാണ്. അതെയോ? ഫുൾ ഗൗൺ ആണ്. ഫുൾ ഗൗൺ വിത്ത് ദുപ്പട്ട. ഓക്കെ, ഹെവി ആണ് കേട്ടോ, നല്ല ഹെവി, നല്ല ക്വാളിറ്റി ആണ് കേട്ടോ, ഒന്നും പറയാനില്ല. സൂപ്പർ, വെരി നൈസ്. ഓക്കെ, ഇതൊക്കെ പ്രീമിയം സെഗ്മെന്റിൽ വരുന്ന സെഗ്മെന്റ്സ് ആണ് കേട്ടോ. ഇതിന്റെയൊക്കെ പല കളേഴ്സും ഡിസൈൻസും കൂടി ഉണ്ട്. ജസ്റ്റ് കാണിക്കാൻ വേണ്ടിട്ട് 2-3 പീസ് നമ്മൾ എടുത്തിട്ടുണ്ട്. വേറെ പല ടൈപ്പിലും ഹാൻഡ് വർക്ക് ആണല്ലേ? ഹാൻഡ് വർക്ക്, മെഷീൻ എംബ്രോയിഡറി ഉണ്ട്. ഇത് മെഷീൻ എംബ്രോയിഡറി ചെയ്തിട്ടുള്ള പ്രീമിയം ആണ്. അപ്പം എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യം വെച്ചാൽ ഇപ്പം നിങ്ങളെടുത്ത് നിങ്ങൾ B2B ആണ്, മറ്റ് ഹോൾസെയിലേഴ്സ് ചെയ്യാത്ത ഒരു പ്ലസ് പോയിന്റ് ആയിട്ടുള്ള ഒരു കാര്യം. നിങ്ങൾ എടുക്കുന്ന കസ്റ്റമേഴ്സിന് മാർക്കറ്റിംഗ് സപ്പോർട്ട് നിങ്ങൾ ചെയ്തു കൊടുക്കുന്നത് എങ്ങനെയാണ് ചെയ്തു കൊടുക്കുന്നത്? നമ്മളിപ്പോ മാർക്കറ്റിംഗ് സപ്പോർട്ട് മെയിൻ ആയിട്ട് നമ്മളെ ഫോട്ടോസും വീഡിയോസും നമ്മൾ മോഡലിനെ വെച്ചിട്ടും ഫോട്ടോ വീഡിയോയിലും നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മളെ ഫോട്ടോ വെച്ചിട്ട് അവർക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. ഏകദേശം കസ്റ്റമേഴ്സ് ഓർഡർ അനുസരിച്ച് അവർക്ക് ഇവിടുന്ന് ബൈ ചെയ്യാം. ഫോട്ടോസ് വീഡിയോസ് ലൈവ് ആയിട്ടുള്ള മോഡൽ വീഡിയോസ് വെച്ച് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അവർക്ക് അത് അവരുടെ പേജിലും അല്ലാതെ അവരുടെ കസ്റ്റമർ ഗ്രൂപ്പുകൾക്കും ഷെയർ ചെയ്തിട്ട് ഏകദേശം ഓർഡർ വരുന്നതിനനുസരിച്ച് അവർക്ക് ബൈ ചെയ്യാം. അവർക്ക് അത് ഫ്രീ ഓഫ് കോസ്റ്റ് അവർക്ക് ഇടാം, ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ചെയ്യുന്നുണ്ടല്ലേ? വെരി ഗുഡ്. ഇനി നമ്മൾ നേരെ എവിടത്തേക്കാണ് മേഡം പോകുന്നത്? നമ്മുടെ യൂണിറ്റിലേക്കാണ് പോകുന്നത്. അപ്പൊ യൂണിറ്റിൽ നിങ്ങൾക്ക് ഇവിടെ സ്റ്റിച്ചിങ് ചെയ്യുന്ന കാര്യങ്ങളും ഡിസൈനിങ്സും കാര്യങ്ങളൊക്കെ അവിടെയാണ് നടക്കുന്നത്. നേരെ അവിടത്തേക്ക് പോകാം. ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് മേഡം? ഇവിടെ ഇപ്പോ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും അതിന്റേതായ ഓരോരോ പണികളാണ്. ഇപ്പൊ അവരിപ്പോ ഈ ഏരിയയിൽ കട്ടിംഗ് ആണ് നടക്കുന്നത്. കട്ടിംഗ് ഏരിയ ഇവിടെ സ്റ്റിച്ചിങ് ഏരിയ ഇവിടെ ഉണ്ടാവും. ഓക്കെ,
കംപ്ലീറ്റ് സ്റ്റിച്ചിങ് ഏരിയ ആണ് വരുന്നത്. ഇവിടെ സ്പെഷ്യൽ ആയിട്ട് ഇവിടെ ജിൽബാബ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ സെക്ഷൻ ഹോൾസെയിൽ ആണല്ലേ? പല ഡിഫറെന്റ് പാറ്റേൺസിൽ ഏതാണ് മെറ്റീരിയൽ വരുന്നത്? ഇത് പല ഇമ്പോർട്ടന്റ് മെറ്റീരിയൽ BSY അതിന്റെ പല ടൈപ്പ് ഓഫ് മെറ്റീരിയൽസും ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഈ കാണുന്നതൊക്കെ ഇവര് സാമ്പിൾ അടിച്ചു വെച്ചതാണ്. ഫസ്റ്റ് ഈ സാമ്പിൾ ഓക്കെ ആണെങ്കിലാണ് പ്രൊഡക്ഷനിലേക്ക് പോവുക. അപ്പം ഇതങ്ങനെ ഫസ്റ്റ് ലൈക്ക് ഡിസൈൻ ചെയ്തിട്ട് ആക്കി വെച്ചതാണ്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് പ്രൊഡക്ഷനിലേക്ക് പോകാനുള്ള പ്രൊഡക്റ്റുകൾ. ഇപ്പൊ ഈ ഏരിയയിലാണ് കംപ്ലീറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അയൺ ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് പ്രൊഡക്റ്റിലേക്ക് പോകുന്നതല്ലേ? അപ്പം ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ മാഡം, ഇപ്പൊ ഇതേപോലെ ഷോപ്പ് നമുക്കിപ്പം വേറെ നമ്മുടേതായിട്ടുള്ള ജില്ലകളിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ B2B തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട്? നമ്മള് സ്മാർട്ട് ബൾക്കിന്റെ ഫ്രാഞ്ചൈസി കൊടുക്കുന്നുണ്ട്. അപ്പൊ താല്പര്യമുള്ളവർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്താൽ അതിന്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും പറയും. സ്മാർട്ട് ബൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതന്നെ ഈ ഒരു ബ്രാഞ്ച് തന്നെ ഇതേപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രാഞ്ചൈസി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പൊ കോഴിക്കോടിലെ ഈ ഒരു മികച്ച അവസരം നിങ്ങളെ പരിചയപ്പെടുത്താൻ സാധിച്ചതിൽ ഒരുപാട് അഭിമാനമുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും സ്മാർട്ട് ബൾക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും. അവർക്ക് വാട്സ്ആപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ കാറ്റലോഗും കാര്യങ്ങളൊക്കെ കാണിച്ചു തരും. നേരിട്ട് വരുന്ന ആൾക്കാർക്ക് നേരിട്ട് വന്നിട്ട് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റും. അപ്പൊ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.